ജയരാജൻ മാധ്യമങ്ങളെ കടന്നു അതിലേക്ക്. സുധാകരൻ്റെ പേരിൽ കേസെടുക്കാനും അന്വേഷണം നടത്താനുമുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് ഉത്തരവായത് തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ വിധിക്കെതിരായിട്ടാണ് സുധാകരൻ എന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്, ഗൂഢാലോചന കേസിൽ എന്നെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കേസ് കുറേ വർഷങ്ങളായി നിലനിൽക്കുന്നതാണ്. 1995 ഏപ്രിൽ മാസത്തിലാണ് പാർട്ടിയുടെ ചണ്ഡീഗഡ് പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങി വരുന്ന അവസരത്തിൽ കേരളത്തിലേക്ക് മടങ്ങി വരുമ്പോൾ ആന്ധ്രയിൽ വെച്ച് ട്രെയിനിനകത്ത് വെച്ച് എന്നെ വധിക്കാൻ ഒരു ഹീനമായ ശ്രമം രണ്ടുപേരെ നടത്തിയത്. ആ വധശ്രമം, ആ കേസിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു, ആന്ധ്ര പോലീസ് അറസ്റ്റ് ചെയ്തു. ഒരാൾ വെടിവെച്ച് തീവണ്ടിയിൽ നിന്നും പുറത്തേക്ക് തുള്ളി പരിക്ക് പറ്റി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് അവിടുത്തെ ഡോക്ടർക്ക് മനസ്സിലായി കൈവശം റിവോൾവർ ഉണ്ടായിരുന്നു ആ പ്രതിയുടെ, ആ പരിക്ക് പറ്റിയവൻ്റെ. പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് വന്ന് അവനെ അറസ്റ്റ് ചെയ്തു. രണ്ടാമത്തെയാൾ വേറൊരു വണ്ടിയിൽ കയറി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. പോലീസ് ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആ പ്രതിയെയും പിടികൂടി. ആ പ്രതിയെയും പിടികൂടിയതിന് ശേഷം റെയിൽവേ പോലീസ് അന്വേഷണം നടത്തി. റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പിടിക്കപ്പെട്ട 2 പ്രതികളും ഞങ്ങളെ ഈ കൃത്യത്തിന് പ്രേരിപ്പിച്ചതും ഞങ്ങളെ അയച്ചതും തോക്ക് തന്നതും സുധാകരനും മറ്റുമാണ് എന്ന് പോലീസ് റെയിൽവേ പോലീസിന് മൊഴി കൊടുത്തു. ഈ പിടിച്ച ഉടനെയുള്ള FIR-ൽ പ്രഥമദൃഷ്ട്യാ റിപ്പോർട്ടിൽ ആ കാര്യം ചെന്നൈ റെയിൽവേ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനപ്പോൾ പരിക്ക് പറ്റിയ ആശുപത്രിയിലാണ്. പിന്നീടാണ് ഇങ്ങനെ 2 പേരെ അറസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം ആശുപത്രിയിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെ ചോദ്യം ചെയ്തപ്പോഴാണ് അവർ കേരളീയരാണ്, തലശ്ശേരിക്കാരാണ്, കൂത്തുപറമ്പുകാരനാണ് എന്നൊക്കെ അറിയുന്നത്. അവരെ പോലീസ് അന്വേഷിച്ചപ്പോഴാണ്, പോലീസ് അന്വേഷണത്തിലാണ് ഈ ഭീകര സംഭവത്തിൻ്റെ വ്യത്യസ്ത വസ്തുതകൾ പുറത്തു വരുന്നത്. അവരുടെ ലക്ഷ്യം, ഒന്നാമത്തെ ലക്ഷ്യം ഞാനായിരുന്നില്ല. പാർട്ടി കോൺഗ്രസിൽ ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായിയും ചടയം ഗോവിന്ദനും കോടിയേരി ബാലകൃഷ്ണനും ഞാനും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചാണ് ചണ്ഡീഗറിലെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ പോയത്. തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ചിലർ ബോംബെ വഴിയും ചിലർ മറ്റു പല വഴികളിലുമാണ് കേരളത്തിലേക്ക് മടങ്ങിയത്. ഞാൻ ട്രെയിനിലാണ് വന്നത്. ആ ട്രെയിനിൽ ഞങ്ങൾ ഉണ്ടാകും എന്ന് കണക്കാക്കിയിട്ടാണ് ഈ വാടക കൊലയാളികളെ വെടിവെച്ച് കൊല്ലാൻ നിയോഗിച്ചത്, തോക്ക് സംഘടിപ്പിച്ചത്. അതൊക്കെ ഈ കണ്ണൂരിൻ്റെയും കേരളത്തിൻ്റെയും ചിത്രത്തിൽ ഇതിനു മുമ്പ് തന്നെ വളരെ പ്രകടമായി വന്നിട്ടുള്ളതാണ്. എന്നെ വെടിവെച്ചു കൊല്ലാൻ തോക്കുമായി വന്ന് വെടിവെച്ച 2 പ്രതികളെ, വിക്രംചാലിൽ ശശി, പേട്ട ദിനേശൻ, ഈ 2 പേരെയും ഓങ്കോൾ സെഷൻസ് കോടതി 17 വർഷക്കാലം തടവ് ശിക്ഷ വിധിച്ചു. ഒരാളതിനിടയിൽ മരണപ്പെട്ടു പോയി. ആ പേട്ട ദിനേശൻ ഇപ്പോഴും ജയിലിലാണ്. ഇപ്പോൾ ജയിലിൽ കിടക്കുന്നുണ്ട്, പുറത്തിറങ്ങിയിട്ടില്ല. ആ പേട്ട ദിനേശൻ സുധീഷ് കൊലക്കേസിലെ പ്രതിയായിരുന്നു. ഇങ്ങനെ RSSൻ്റെ വാടക കൊലയാളികളെ വാടകക്കെടുത്ത് ഡൽഹിയിലും കേരളത്തിലും വെച്ച് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. എനിക്ക് വിക്രംചാലിൽ ശശിയെയോ പേട്ട ദിനേശനെയോ എനിക്കറിഞ്ഞുകൂടാ, അവർക്ക് എന്നെയും അറിഞ്ഞുകൂടാ. എന്നോടവർക്ക് വ്യക്തിപരമായി എന്തെങ്കിലും ഒരു വിദ്വേഷമുണ്ടാകേണ്ട കാര്യമില്ല. അവരെ
വാടകക്കെടുത്ത് സുധാകരനും സംഘവും ആസൂത്രിതമായി നടത്തിയ ഒരു സംഭവമാണ്. ഒന്നാമത്തെ അവരുടെ ലക്ഷ്യം പിണറായിയാണ്. ആ ട്രെയിനിൽ പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല, ഞാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡൽഹി മുതൽ പ്രത്യേക ടിക്കറ്റ് എടുത്ത് ആ ട്രെയിനിൽ സഞ്ചരിച്ച് ആന്ധ്രയിലെത്തിയപ്പോൾ അവർക്കൊരവസരം കിട്ടിയപ്പോൾ രണ്ടുപേരും ചേർന്ന് വെടിവെച്ചത്. ഈ സംഭവങ്ങളെല്ലാം സത്യസന്ധമാണെന്നുള്ളത് മുഴുവൻ ആളുകൾക്കും അറിയാം. ആ കേസിൽ സുധാകരൻ പ്രതിയാണ്, ഗൂഢാലോചനക്കാരനാണ്, പ്ലാൻ ചെയ്തത് സുധാകരനാണ്. സുധാകരനോടൊപ്പം മറ്റു പലരും ഉണ്ടായേക്കാം. ഈ സംഭവത്തിൽ പലതരത്തിലുള്ള അന്നത്തെ കേന്ദ്ര ഗവൺമെൻറ് ഒക്കെ പലതരത്തിലും ഇടപെട്ടു. കോടതിയുടെ മുമ്പാകെ വസ്തുതകളെല്ലാം നിരത്തി വെച്ചുകൊണ്ട് സുധാകരനെ ഈ കേസിൽ പ്രതിയായി നടപടി സ്വീകരിക്കണം, കാരണം ഈ കേസ് സ്പ്ലിറ്റ് ചെയ്ത് അട്ടിമറിക്കാൻ അന്നത്തെ കേന്ദ്ര കോൺഗ്രസ് ഭരണം ശ്രമിക്കുന്നു എന്നുള്ള കാരണം വെച്ചുകൊണ്ട് തെളിവ് സഹിതം സെഷൻസ് കോടതിയിൽ നേരിട്ട് ഞാൻ പങ്കെടുത്തു കൊടുത്ത മൊഴിയും തെളിവുകളും അനുസരിച്ചാണ് സുധാകരന് നേരെ കേസെടുക്കാൻ നടപടി സ്വീകരിക്കാൻ ഉത്തരവിട്ടത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായി ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. മനസ്സിലാക്കിയിടത്തോളമുള്ള വിവരങ്ങൾ വെച്ചുകൊണ്ട് പരിശോധിച്ചപ്പോൾ എൻ്റെ ഭാഗം കോടതിയെ ബോധ്യപ്പെടുത്താൻ, തെളിവുകൾ ബോധ്യപ്പെടുത്താൻ ഞങ്ങളുടെ പ്രോസിക്യൂഷനും അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഹാജരായിട്ടുള്ള വക്കീലിനും സാധിച്ചോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും ഈ കേസ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. എത്ര വർഷം കഴിഞ്ഞാലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. ആ ശിക്ഷ കുറ്റവാളികൾക്ക് നൽകാൻ കഴിയത്തക്ക നിലയിൽ ഹൈക്കോടതി അവസാനത്തെ കോടതിയല്ല. സെഷൻസ് കോടതിയുടെ വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇനി സുപ്രീം കോടതിയുണ്ട്. ഈ കേസ് സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യണം. ഇത് സുപ്രീം കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ നടപടികൾ ഞാനും സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം സുധാകരൻ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുള്ള ആളാണ്. നാൽപ്പാടി വാസുവിനെ വെടിവെച്ച് കൊന്നു. നമ്മുടെ മട്ടന്നൂർ പോലീസ് സ്റ്റേഷനിലെ FIRൽ അന്ന് കരുണാകരൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്. ആ FIRൽ സുധാകരൻ വെക്കടാ വെടി എന്ന് പറഞ്ഞുകൊണ്ട് വെടിവെച്ച് കൊന്നു എന്ന് ഫസ്റ്റ് FIR ഇട്ടതാണ്. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായി ആ FIR മാറ്റി സുധാകരനെ ഒഴിവാക്കി മറ്റൊരു FIR ഇട്ട് സുധാകരനെ രക്ഷിച്ച ചരിത്രം ഇവിടെയുണ്ട്. ഇവിടെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ സംഘടിപ്പിക്കുക, പല വഴികളും ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളത് സുധാകരൻ്റെ ചരിത്രത്തിലുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഈ കേസ് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടും. അതുപോലെ തന്നെ ഞാനും ഇത് സംബന്ധിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കും. ഈ കേസ് സംബന്ധിച്ചുള്ള വിധിന്യായം വിശദമായിട്ട് തന്നെ പരിശോധിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കോടതിയെ തെളിവുകൾ വേണ്ടത്ര ബോധ്യപ്പെടുത്താൻ സാധിക്കാതെ വന്നാൽ ചിലപ്പോൾ കുറ്റവാളികൾ രക്ഷപ്പെട്ടേക്കും. ഒരു കുറ്റവാളിയും രക്ഷപ്പെടാൻ പാടില്ല. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ശക്തമായ അടിത്തറ. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കണമെന്ന് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ല, ഇത് ഗവൺമെൻറ് ഞാൻ കൊടുത്ത കേസിൻ്റെ മേലെയാണ്. അപ്പീലായിട്ടാണ്, സെഷൻസ് കോടതി വിധിക്കെതിരായിട്ടാണ് സുധാകരൻ ഹൈക്കോടതിയിൽ പോയത്. അതിൽ ഗവൺമെൻറ് ഭാഗം ഒരു ഗവൺമെൻറ് കേസായിട്ടാണ് അത് പിന്നീട് വരിക. അതിൽ ഞാനാണതിൽ അതിൽ ഞാനാണ് പരാതിക്കാരൻ എന്നുള്ളത് കൊണ്ട് എനിക്കും നിയമപരമായി പരിശോധിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകാൻ സാധിക്കുമെങ്കിൽ സുപ്രീം കോടതിയിൽ പോകാൻ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ നിയമവശങ്ങളെല്ലാം വിശദമായി
ഇനിയുള്ള ദിവസങ്ങളിൽ പരിശോധിച്ച് ഈ കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുന്ന അഡ്വക്കറ്റിനെ അധികാരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ തെളിവ് കോടതിയിൽ എത്തിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുകയാണോ ചെയ്തത്? അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടേ എനിക്ക് പറയാൻ സാധിക്കും. പ്രഥമദൃഷ്ട്യാ പറഞ്ഞിട്ടുള്ളത് ഇത്തരം കാര്യങ്ങളാണ്. തെളിവുകൾ ഹാജരാക്കുന്നതിൽ വിജയിച്ചില്ല എന്നുള്ളതാണ്, തെളിവ് ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രഥമദൃഷ്ട്യാ കോടതി പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വേണ്ടത്ര തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. ഇനി ആവശ്യമായ എല്ലാ തെളിവുകളും ഹാജരാക്കിക്കൊണ്ട് നിയമ നടപടികൾ സ്വീകരിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ള കാര്യം തീർച്ചയായും പരിശോധിക്കും. വൈകിപ്പോയി എന്താണ് 3 കുറേ വർഷങ്ങൾക്ക് ശേഷം 2.5 പതിറ്റാണ്ടിന് ശേഷമാണ് താങ്കൾ ഇങ്ങനെ ആ ഒരു ഹർജിയുമായി പോയത്. അതിൽ വലിയ വൈകലുണ്ടായി എന്നൊരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ഭാഗത്തുണ്ടായതല്ല, ഞാൻ ഫയൽ ചെയ്ത കേസ്. സുധാകരനാണ് ഈ കേസ് ആന്ധ്ര കോടതിയിലും ആന്ധ്ര ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കൊണ്ടുപോയി ഈ കേസ് നീട്ടിക്കൊണ്ടുപോയത് സുധാകരനാണ്. എനിക്കെത്രയും പെട്ടെന്ന് കുറ്റവാളിയെ ശിക്ഷിക്കണമെന്നല്ലേ എനിക്കുണ്ടാവും. ഞാൻ ഫയൽ ചെയ്തൊരു കേസ് ഞാൻ നീട്ടിക്കൊണ്ടുപോകും. അത് നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. അതായത് ഓങ്കോട് സെഷൻസ് കോടതിയിൽ 2 പേരെ പ്രത്യേകമായിട്ട് വിചാരണ ചെയ്തു. അതായത് വെടിവെച്ച 2 പേരെ, ആ 2 പേരെ കോടതി ശിക്ഷിച്ചു. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ആ കോടതി പറഞ്ഞില്ല. അതുകൊണ്ടാണ് കുറച്ചു കാലം സുധാകരൻ എന്നെ കേസിൽ ഞാനില്ല എന്ന് പറഞ്ഞത്. പക്ഷേ കേസിൽ ഒഴിവാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ കേസിൽ ഇങ്ങനെ തെറ്റിദ്ധാരണ വരുത്തത്തക്ക നിലയിലുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇത് സംബന്ധിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ കോടതിയോട് ആവശ്യപ്പെട്ടു. അത് സംബന്ധിച്ച് ഈ 2 പേരെ പ്രത്യേകമായി വിചാരണ നടത്തി അവരെ ശിക്ഷിച്ചു. ആ കേസിൽ അപ്പോഴും FIR-ൽ വേറെ ആളുകളുണ്ട്, സുധാകരനുണ്ട്. ഈ കേസിൻ്റെ FIR ഇട്ടത് ചെന്നൈ റെയിൽവേ പോലീസാണ്. ഞാൻ അബോധാവസ്ഥയിൽ അവിടെ കിടക്കുകയാണ് ഹോസ്പിറ്റലിൽ. അപ്പോൾ ചെന്നൈ പോലീസാണ് ഇവരെ ചോദ്യം ചെയ്ത് എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തത്. അതിലെന്താ, എനിക്കല്ല, എല്ലാവർക്കും ഈ കേരളത്തിലുള്ള കണ്ണൂരിലുള്ള മുഴുവനാക്കും അറിഞ്ഞുകൂടെ? ആ കേസിൽ തോക്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ പോയിട്ടുള്ള ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. എൻ്റെ അടുത്ത് വന്ന് എന്നോട് പൊട്ടിക്കരഞ്ഞ് മാപ്പപേക്ഷിച്ച് പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൽ പോയി 24 മണിക്കൂർ ഒരു ഗ്രേറ്റ് മലബാർ വീഡിയുടെ ഉടമയുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ അഴീക്കോട് മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹമാണ് ഒരു തോക്ക് കൊണ്ടുപോയിട്ട് സുധാകരന് കൊടുത്തത്. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് ക്ഷമ ചോദിച്ച് പൊട്ടിക്കരഞ്ഞ്, നിങ്ങൾ വെടിവെക്കാനാണെങ്കിൽ ഞാൻ ഈ തോക്ക് വാങ്ങിക്കൊണ്ട് പോകില്ലായിരുന്നു എന്ന് പറഞ്ഞ് ഇവിടെ മുത്തപ്പൻ്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ച് അവിടെ ഒരു 24 മണിക്കൂർ അവിടെ ഇരുന്ന ആളാണ്. പക്ഷെ പാവം മരിച്ചുപോയി. പിന്നെന്താ, അത് എല്ലാവർക്കും അറിയാം. ഇതൊന്നും ഒരു പുതിയ കാര്യമില്ല. ഇത് വിക്രംജാലിൽ ശശി ഇവരുടെ ഉപകരണമായിരുന്നു. പേട്ട ദിനേശനും ഇവർ രണ്ടും RSSുമായി ബന്ധമുള്ളവനാണ്. അത് ഇതിലുള്ളൊരു തോക്ക് വാങ്ങി, അതായത് കണ്ണൂരിലുള്ള ഗ്രേറ്റ് മലബാർ ബീഡിയുടെ ജയകൃഷ്ണൻ, ആ ജയകൃഷ്ണൻ ആണ് തോക്ക് വാങ്ങിയിട്ട് സലീമിൻ്റെ തോക്ക് വാങ്ങി ഈ എടുത്തിട്ട് അവരൊക്കെ ഒരു ടീമായിരുന്നു, ഒരു വൈകുന്നേരം ഒത്തുചേരുന്നൊരു ടീമായിരുന്നു. അന്ന് തോക്ക് വധശ്രമ കേസിൽ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധിയോട് പ്രതികരിക്കുകയായിരുന്നു EP ജയരാജൻ.